ഭരതന്മല കല്ലൂരിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ പറഞ്ഞ മലയിലേക്ക് കയറാം. കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു അമ്പലമാണ്. അതെന്നെ ഏറെ വിസ്മയിപ്പിച്ചു. കാരണം വളരെ നല്ല രീതിയിൽ അവിടെ ആ അമ്പലത്തിൻ്റെ വർക്കുകൾ എനിക്ക് കാണാൻ പറ്റി. നമ്മൾ ഊട്ടി മൈസൂരൊക്കെ പോകുന്നതിലും വളരെ പ്രകൃതി രമണീയമായ, ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നത് അത് മനസ്സിൽ തട്ടിയത് കൊണ്ട് ആണ്. പിന്നീട് ഈ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗണപതി ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. ഈ അമ്പലം കഴിഞ്ഞാൽ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ ചെക്ക് ഡാം കാണുന്നത്. അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഡാം, അതായത് ബർദയിൽ താമസിക്കുന്നവർക്ക് വരെ ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരിക്കൽ വണ്ടി അവിടെ നിർത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോഴാണ് പിന്നീട് ചോദിച്ചപ്പോൾ പറയുകയാണ് അതൊരു ഡാമാണ്, ഇങ്ങനെ മഴക്കാലങ്ങളിലാണ് കൂടുതൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് ഞാൻ അവിടുത്തെ ഒരു നിത്യ സന്ദർശകനായിട്ട് മാറി. ഭരതയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡാം ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. ഈ പണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാവാം ഇന്നിപ്പോൾ 2 സൈഡിൽ അവിടെ ഷട്ടറുകൾ തുറക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. നല്ല ശക്തിയോടെ വെള്ളം വരുന്നതും വേറെ സന്ദർശകരെ ഒന്നും അവിടെ കണ്ടില്ല. കാരണം വെച്ചാൽ അങ്ങോട്ട് വരവ് കുറച്ച് ദുർഘടമായിരിക്കാം, അതിനാലായിരിക്കാം എന്ന് തോന്നുന്നു. അതിനാൽ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റി. വേറെ ഹിംസ്ര ജന്തുക്കളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ പൊതുവെ ആ വഴിക്കൊന്നും കണ്ടില്ല. പിന്നെ എല്ലാവരും നമ്മുടെ കൂട്ടുകാരന്മാരാണല്ലോ.